ആലപ്പുഴയിൽ നടക്കുന്ന ഫൈറ്റിംഗ് സ്റ്റോറിയാണ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ റൂമിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആലപ്പുഴയിലുള്ള ആളുകളുടെ കഥയാണ് മെയിൻ ക്യാരക്ടേഴ്സ് എല്ലാവരും വരുന്നത്. പറയുമ്പോൾ ആലപ്പുഴയാണ് ലൊക്കേഷൻ ബേസ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ പറഞ്ഞ പോലെ 200 കോടിക്ക് ശേഷമുള്ള ആദ്യത്തെ സിനിമ എന്താണ് ഒരു പ്രതീക്ഷ? വലിയ പ്രതീക്ഷ. പിന്നെ റഹ്മാനിക്കയുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞത് കുറേ കാലത്തൊരു ആഗ്രഹമായിരുന്നു. ഞാൻ ഇവിടെ ഫസ്റ്റ് പടം സെക്കൻഡ് പടം തൊട്ട് ഞാൻ ചാൻസ് വെച്ച് നടക്കുകയാണ്. ഇപ്പോഴാണ് ആ ലോട്ടറി വീണത്. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. പിന്നെ അത് ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. സ്പോർട്സ് കോമഡി ജോണറാണ്. ഇത് ചെയ്യാത്തൊരു പരിപാടിയാണ്. നല്ല അധ്വാനമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ അങ്ങനത്തൊരു പരിപാടി ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ തന്നെ കൺസിഡർ ചെയ്തത് അത് നല്ല ക്രൂവാണ്. കാസ്റ്റും കുറേ യങ്സ്റ്റേഴ്സാണ്. നസ്ലിനുണ്ട്, ഉണ്ട്, ഞാനൊക്കെ ഉണ്ട്, സന്ദീപ്. അപ്പോൾ എല്ലാം കൊണ്ട് ഭയങ്കര ഫ്രഷായിട്ടുള്ളൊരു പരിപാടിയാണ്. ബാക്കി 10-50 ദിവസത്തെ പരിപാടിയാണ്. എറണാകുളത്തും ആലപ്പുഴയൊക്കെ ആയിട്ട് ബേസ് ചെയ്തിട്ടൊക്കെ പരിപാടിയാണ്. എന്തായാലും ഇതൊരു പുതിയ പരിപാടിയായിരിക്കും മലയാള സിനിമയിൽ. ഇതുവരെ കാണാത്തൊരു പരിപാടിയാണ് എന്തായാലും. പിന്നെ അതിൻ്റെ ഫൈറ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ പരിപാടി. എൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ജാനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞുമല റിലീസും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകേണ്ടി വന്നിട്ട് നമ്മളെ കോൺസ്റ്റൻ്റായിട്ടുള്ള ട്രെയിനിങ് നടക്കുന്നുണ്ട്. നമ്മുടെ കോച്ച് വന്നിട്ട് ബോക്സിംഗ് കോച്ച് ജോഫിൻ പറഞ്ഞ ആളാണ്. നമ്മുടെ വെയിറ്റ് ട്രെയിനിങ് കോച്ച് എന്ന് പറഞ്ഞ ഷിഫാസ് പറഞ്ഞ. അപ്പോൾ എല്ലാവരുടെയും ഭയങ്കരമായിട്ട് സഹകരണവും അധ്വാനവും കൊണ്ടുകൊണ്ട് അങ്ങനെ പരിപാടികൾ പോകും. റീസെൻ്റായിട്ട് ടൂവിനൊരു ഇൻ്റർവ്യൂ വേണ്ട റിയലിസ്റ്റ് കാര്യങ്ങൾ ചെയ്യാനാണ് ഡയറക്ടർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഫൈറ്റും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും നല്ല കിട്ടുന്നൊരു പേടി ഇതൊക്കെ ശരിക്കും തുടങ്ങിയിട്ടുള്ളതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തർക്ക് ചെറിയ ഇഞ്ചുറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നസ്ലിനായാലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു പരിപാടി. ലൈക്ക് അവരുടെ ബോക്സിങ് ആകുമ്പോൾ കുറേ പഞ്ച് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു പരിപാടിയാണ്. എന്തെങ്കിലും എക്സൈറ്റ്മെൻറ്റ് കിട്ടിയാലും തിരിച്ചു കൊടുക്കാൻ അത് തിരിച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. സിനിമയിൽ ഞാനും ഒരു വേഷം ചെയ്യുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം എന്താ പറയുക, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തലമുറയോടൊപ്പം ജോയിൻ ചെയ്യാന്ന് പറയുന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ ചെയ്ത് അഭിനയിച്ച് തുടങ്ങിയിട്ട് പറയാം. ഒന്നും പറയാനായിട്ടില്ല, പറയാം. ഒരു പോലീസ് വേഷമാണ്. അല്ലല്ല, പോലീസ് വേഷമല്ല, വേറെ ക്യാരക്ടറാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയാണ്. ഫുൾ ഫൈറ്റ് കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നത് കേട്ട്. ഫൈറ്റ് കാര്യങ്ങൾ ബോക്സിംഗ് ഒക്കെയാണെന്ന് പറയുന്നത്. അല്ല, അതാണ് പറഞ്ഞാൽ ഒരു പൂർണ്ണമായിട്ടുള്ള ഇതിലേക്ക് ഞാൻ എത്തുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അറിയിക്കും. കഥ കാര്യങ്ങളൊക്കെ കേട്ടോ? പറയാം. തീർച്ചയായിട്ടും ഒരു തെളിയിച്ച് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരല്ലേ. ഇതിൽ നമുക്ക് ഭയങ്കരമായ വിശ്വാസമുണ്ട്. ഒരു വലിയൊരു സംഭവമായിട്ട് തന്നെ മാറും. ഈ മലയാള സിനിമകളൊക്കെ എല്ലാം വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ചേർക്കാൻ പറ്റിയ സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം തന്നെ നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. മറ്റൊരു അപ്പിയറൻസ് തുടങ്ങട്ടെ, തുടങ്ങി ഗംഭീരമാവട്ടെ, വിജയിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ സിനിമകൾ കാണാൻ വേണ്ടി പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. അല്ല, നല്ല രീതിയിൽ വരുന്നില്ല. അതന്നെ വലിയൊരു അനുഗ്രഹമാണ്. സിനിമകളെല്ലാം ഓടട്ടെ. താങ്ക് യു. ഇല്ല, റഹ്മാൻ്റെ 2 പടം ഞാൻ ചെയ്തിട്ടുണ്ട്. റഹ്മാൻ്റെ ഒരു വർക്കിംഗ് സ്റ്റൈൽ എനിക്കറിയാം. ഡിഫറെൻറ്റ് ജോണേഴ്സ് എക്സ്പ്ലോർ ചെയ്യുന്നൊരു ഡയറക്ടറാണ്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ജോണറാണ് വരുന്നത്. ആൻഡ് ഓൾസോ ഈസ് പ്രൊഡ്യൂസിങ്, ഈസ് വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്. അപ്പം പിന്നെ മൊത്തം ടീം എനിക്കറിയുന്നത് അഭിനയിക്കുന്നവർ മാത്രമാണ് കുറച്ച് പുതിയ ആൾക്കാർ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കേട്ടിടത്തോളം ഫാന്റാസ്റ്റിക്, അടിപൊളിയാവട്ടെ. അല്ലല്ല, വേറെ ഒരു കാറ്റഗറി ഓഫ് അങ്ങനെയാണ് കാസ്റ്റ്. ഞാൻ ആപ്റ്റല്ലാന്ന് എനിക്ക് തമിഴാണ്.